സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പൊ ദാ മണി 7:20 ഇപ്പൊ രാവിലെ തന്നെ വോട്ട് ചെയ്യാനായിട്ട് പോണം എന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ. ഒരുങ്ങി ഇറങ്ങിയപ്പോഴേക്ക് ഈ ഒരു സമയം. അപ്പൊ നമ്മളുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള സ്കൂളിലാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ ഇപ്പൊ ദാ നമ്മൾ അവിടെ എത്തി. അത്യാവശ്യമുള്ള തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലേഡീസിന്റെ അവിടെ കുറവായിരുന്നു കേട്ടോ ആള്. അങ്ങനെ ദേ നമ്മളും വോട്ട് ചെയ്തു. നമ്മൾ രാവിലെ തന്നെ വന്ന കാര്യം എന്താ പറയുക, തിരക്കുണ്ടാവില്ല എന്ന് വെച്ചു. പക്ഷെ നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരായിരുന്നു എല്ലാവരും. എന്നാലും വലിയ തിരക്കില്ല. കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോഴത്തെ ഇതിൽ നല്ല ചൂടാണ്. അപ്പം ആ ചൂടത്ത് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. അതുകൊണ്ട് രാവിലെ വന്നു. പിന്നെ ഇതിനിടയിലുള്ള വിശേഷങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല, കാരണം കുറച്ച് തിരക്കായിരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്ക് ഇതാ പെട്ടിയൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാണ്. ഒരു പെട്ടിക്കകത്ത് മറ്റൊരു പെട്ടി കയറ്റിയൊക്കെയാണ് ഇതാ ഇതുപോലെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങളിപ്പോ പോണത് ബാംഗ്ലൂരിലേക്കാണ്. അപ്പൊ ആദ്യം നമ്മള് പോണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ പോണോ പോണ്ടേ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു. പിന്നെ പെട്ടെന്ന് തീരുമാനം എടുത്ത് എന്തായാലും ഇൻഷാല്ലാ പോവാമെന്ന്. അതുകൊണ്ടാണ് പിന്നെ നമ്മളിതാ ഇതിനിടയിലൊന്നും പറയാൻ പറ്റാത്ത. അപ്പൊ അതായത് കുറച്ച് ഗ്രേപ്സ് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം വണ്ടിയിലിരുന്ന് നിസാർക്കൊക്കെ കഴിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. ഒരുപാട് ലഗേജ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഒന്നിന്റെ അകത്ത് ഒന്ന് ആക്കിയിട്ടൊക്കെ പാക്ക് ചെയ്തെടുത്തത്. എന്ന് വെച്ചാൽ ബാംഗ്ലൂരിലേക്കല്ലേ പോകുന്നത്. അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വാങ്ങിക്കൊണ്ട് വരണമല്ലോ. അങ്ങനെയുള്ള ദുരുദ്ദേശത്തിലാണ് ഇത് എടുത്തത്. അപ്പൊ പോകുന്ന വഴി ഇതാ മോള് ഉറക്കമായിപ്പോയി. അപ്പൊ മോക്ക് ഞാനൊരു കിസ്സൊക്കെ കൊടുക്കാണ്. സത്യം പറഞ്ഞാൽ അവളെ വിട്ടു പോകുമ്പോ ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പം അതൊരു വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഈ 2 ദിവസമൊക്കെ മാറി നിൽക്കാനായിട്ട് പോണത്. അങ്ങനെ ഇപ്പൊ ദാ നമ്മള് ബസ് സ്റ്റാൻഡിലേക്കാണ് പോണത് കേട്ടോ. KSRTCയുടെ സ്വിഫ്റ്റിലാണ് ഇന്നിപ്പോ നമ്മള് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ പറയുന്നുണ്ട്, ഇത് ബുക്ക് ചെയ്തപ്പോഴേക്കും ഇത് നന്നായിരിക്കുമോ, എങ്ങനെ ഇരിക്കും, പ്രൈവറ്റിലല്ലേ ഇതിനു മുൻപ് പോയിരുന്നത്. അപ്പം സാധാരണഗതിയിൽ പ്രൈവറ്റ് ഗവൺമെന്റ് ഒക്കെ ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നിസാർക്ക് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ഇത് നല്ലത് എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് അത്ര ഒരു തൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പൊ ഞങ്ങൾ ഇതാ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴേക്ക് ബസ് ഇതാ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ തന്നെ നിസാർക്ക് ലഗേജ് ഒക്കെ എടുത്ത് വെക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇതാ ബസ്സിനുള്ളിലേക്ക് കയറി കേട്ടോ. ഉള്ളിലേക്ക് കയറിയപ്പോ എനിക്ക് ഭയങ്കര തൃപ്തിയായി പോയി കേട്ടോ. കാരണം രണ്ടിലും പ്രൈവറ്റിലും യാത്ര ചെയ്ത് ഈ ഒരു ബസ്സും കൂടി കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. നല്ല വൃത്തിയുണ്ടായിരുന്നു. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മള് ഇങ്ങനെ ഡബിൾ കോട്ടിന്റെ ആണ് എടുത്തത്. ഇടയ്ക്കൊരു പാർട്ടീഷൻ വരും, അത്രേ ഇല്ല കേട്ടോ. പിന്നെ ഏത് ബസ്സാണെങ്കിലും ഞങ്ങള് ഒരു ബെഡ്ഷീറ്റ് കയ്യിൽ കരുതിയിരിക്കും. അപ്പോഴേക്ക് നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടല്ലോ നമ്മളെ ബെഡിൽ കിടക്കുമ്പോൾ. അപ്പം നിങ്ങളും ഇതുപോലെ യാത്ര ചെയ്തിട്ടുണ്ടോ? KSRTCയുടെ സ്വിഫ്റ്റിലൊക്കെ യാത്ര ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഇതെന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് തൃപ്തി വന്നു. അപ്പൊ നിസാറിക്ക് പറഞ്ഞു, നീ മുൻകൂട്ടി ഒരു കാര്യവും കാണാതെ പറയരുത് എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഈ ബസ് നാഗർകോവിൽ എത്തിയപ്പോഴേക്ക് ഇതാ നിർത്തി. അപ്പം നമ്മളവിടെ വാഷ്റൂമിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ചായ വാങ്ങിക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു മധുരം കുറച്ച് മതിയെന്ന്. പ്രത്യേകിച്ച് തമിഴ്നാടൊക്കെ ആകുമ്പോൾ മധുരം കുറച്ച് കൂടുതലല്ലേ. എനിക്കങ്ങനെ ചായയിൽ ഒരുപാട് മധുരമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് പറ്റത്തില്ല കേട്ടോ. കണക്കിനുള്ള മധുരേ അത് പറ്റത്തുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ബസ്സിൽ കയറി. ബസ് ഇതാ വീണ്ടും മുന്നോട്ടേക്ക് എടുത്തു. നല്ല നല്ല കാഴ്ചകൾ കാണാനായിട്ട് പറ്റും കേട്ടോ. ഈ തമിഴ്നാട് ആ ഒരു ഏരിയയിലൊക്കെ നല്ല മലനിരകളും ഒക്കെ കാണാനല്ലേ. അതൊക്കെ ഞാൻ കണ്ട് ആസ്വദിച്ചു. ഒരു അടിപൊളി യാത്രയായിരുന്നു എന്ന് തന്നെ പറയാൻ കേട്ടോ. യാതൊരു ക്ഷീണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലെത്തി. ബാംഗ്ലൂരിൽ സിൽക്ക് ബോർഡ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങാനാണ് മോൻ പറഞ്ഞിരുന്നത്. അങ്ങനെ ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ട് ലഗേജ് ഒക്കെ നിസാർക്ക് എടുക്കുന്നു. അപ്പം സുലു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സുലു ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം വെറുതെ ഇങ്ങോട്ട് വന്നിട്ട് പിന്നും അങ്ങോട്ടേക്ക് പോകണ്ടേ. അപ്പം നമ്മളൊരു കുഴപ്പമില്ല അവനെ. അങ്ങനെ അവൻ തന്നെ അതെല്ലാം റെഡിയാക്കി തന്നു. ഇപ്പൊ നമ്മൾ ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴേക്ക് ഊബർ എത്തി. അങ്ങനെ ഇപ്പൊ നമ്മള് നേരെ സുലുവിന്റെ അടുത്തേക്കാണ് പോണത് കേട്ടോ. അവിടെ എത്തിയപ്പോഴേക്ക് സുലു നിൽക്കുകയാണ്. അത് കണ്ടപ്പോഴേക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ സുൽത്താൻ താമസിക്കുന്നത്. ഇതാണ് നമ്മുടെ സുൽത്താന്റെ ബുള്ളറ്റ് അല്ലേ? ബുള്ളറ്റ് അല്ല, എൻഫീൽഡ്. ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെ. അതിൻ്റെ അടുത്തിരിക്കുന്നതിനും അതുപോലത്തെ ആള് തന്നെ. കേറി. പണ്ട് ഞാനേ സുൽത്താന് മുട്ടുവരെയുള്ള ഒരു ബർമോഡ വാങ്ങിച്ചു കൊടുത്തപ്പോ അവൻ ഇടത്തില്ല കേട്ടാ. അവനോ അത് നാണക്കേടാ. ഇവിടെ നോക്കി അവൻ ഇട്ടിരിക്കുന്നത്. അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ. ചൂട് ഒരു പ്രശ്നമേ അല്ല. കണ്ട കാലം പോയൊരു പോക്കേ. തുറന്നിട്ടിരിക്കുകയായിരുന്നു. സുൽത്താന്റെ വീട്ടിലേക്ക് സ്വാഗതം. ഹോം ടൂർ കാണിക്കണോ സുൽത്താൻ? സുൽത്താൻ
ഇത്രയും ഷൂസ് സുൽത്താൻ്റെതാ? എന്റെ റബ്ബേ. ചുമ്മാ അല്ല പൈസ പൈസ എല്ലാം അടുക്കി പിറക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. നോക്കട്ടെ, പുള്ളി ഞാൻ നോക്കിയിട്ട് പറഞ്ഞു. ഒരു പ്രാവശ്യം ഇവൻ റിച്ചുവിനെ കൊണ്ടുവന്ന ഒരു പ്രാവശ്യം വെക്കേഷന് പോയപ്പോഴത്തേക്ക് പൈപ്പ് അടയ്ക്കാൻ മറന്നു പോയിട്ട് വെള്ളം കയറി. ഇവിടെ മൊത്തം വെള്ളം കയറി. സുൽത്താന്റെ കിച്ചൻ എല്ലാം അടുക്കി പിറക്കി എടുക്കാൻ കേട്ടാ. ഓ, പാത്രങ്ങളൊക്കെ കഴുകി കുട്ടപ്പനെ. അമ്മി സുൽത്താൻ സൽമാൻ ഉത്സവം പറഞ്ഞില്ല കറക്റ്റ് സ്റ്റേജ്. ഇത് ടോയ്ലറ്റ്. അടുത്ത ബെഡ്റൂം ഔട്ട് അല്ല പറക്കി പറക്കി വെച്ചാൽ നോക്കി. ലൈറ്റില്ലേ? ഇത് നമുക്കുള്ള കട്ടില് റെഡിയാക്കി വെച്ചിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വന്നപ്പോ കൊണ്ടുവന്നത്. ഇപ്പൊ നമ്മളല്ലേ, ഞാനവിടെ കിടക്കും, ഇവ തറയെ കിടക്കും. സുൽത്താന് ഒറ്റയ്ക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീട് എടുത്തത്. പക്ഷെ എല്ലാം അടിക്കും. അതുകൊണ്ട് സുൽത്താൻ ഇനി പി ജിയിലോട്ട് പോകാൻ പറ്റുമോ? ഇത് നമ്മളെ സാധനം. ഇത് എപ്പോഴും ഇത് തന്നെ ചെറിയ നമ്പർ ഭയങ്കര പൊല്യൂഷനാണ്. ശരിക്കും പച്ചയായിട്ട് ഇരിക്കേണ്ടത്, ഇത് മഞ്ഞയായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഇതാണ് നമ്മുടെ അകാരോ. ഇപ്പൊ ഇവിടെ നമ്മളെ കൊണ്ടുവന്ന് പ്യൂരിഫയർ. ഇതാണ്ട് ഇത് ശരിക്കും പച്ച ആവേണ്ടത്, ഇപ്പോഴും മഞ്ഞയായിട്ട് കിടക്കുന്നേ ഉള്ളൂ. ഭയങ്കര പൊല്യൂഷൻ ഇവിടെ. ഇവിടെ എല്ലാം പച്ചയായിട്ടിരിക്കുന്നത് ലൈനെ കണ്ടത്. പത്രത്തോളം നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല. അതിന് മുമ്പ് അവ അടിച്ചു മാറ്റി കൊണ്ടുവന്നു. കൊറേ കഴിയുമ്പോ പച്ചയാവും. അപ്പൊ ഇത് വേണ്ടവർക്ക് നമ്മൾ ലിങ്ക് കൊടുത്തേക്കാം. ബാംഗ്ലൂരിലുള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ് അല്ലേ? അപ്പൊ ലിങ്ക് കൊടുത്താൽ ചിലപ്പോ അവർക്ക് ഉപകാരപ്പെടും. കോട്ട ഇത് കോട്ട ബുള്ളറ്റിന്റെ ബൈക്കിന്റെ. ശരി. കയ്യൊറ, ഗ്ലൗസ്, തലയിൽ തൊക്കെ. ഈ ഒരു ബാംഗ്ലൂരിയൻ തന്നെ ആയി. ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങി ഈ കവർന്ന് കളയില്ലേ? ടേബിളിന്റെ ബോക്സുകള് എപ്പോഴെങ്കിലും ഷിഫ്റ്റിംഗ് വരണമെങ്കിൽ പോക്കാനായിട്ടുള്ള. അപ്പോഴേ ഇന്നത്തെ നിങ്ങളുടെ ലൈക്ക്, നിങ്ങൾ ഈ സുൽത്താൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സുൽത്താന് കൊടുക്കും. സുൽത്താൻ ഇങ്ങനെയാണ് വീട് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചെറിയ വീടാണെങ്കിലും നല്ല രീതിക്ക്, എന്റെ അഭിപ്രായത്തിൽ നല്ല രീതിക്ക് വെച്ചിട്ടുണ്ട്. ഓ കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ ഇത്രത്തോളം പൊടിയോടെ ഇവിടെ. ഇത് ജനല് തുറന്നിരിക്കുന്നുണ്ട്, എല്ലാം അടച്ചു വെച്ചാ പച്ചയാണ്. ഇതിപ്പോ ഇത് തുറന്നിരിക്കുന്നുണ്ട്, പിന്നെയും പൊടി വരും. ചക്കയൊന്നുമില്ല മോനെ, കൊണ്ടുവന്നിട്ടില്ല. എന്റെ അകത്ത് പെട്ടി ഇന്ന് ഷോപ്പിങ്ങിന് വേണ്ടിയുള്ളതാണ്. എനിക്ക് ഐക്യയില് പോണം, ഹോം സെന്ററിൽ പോണം. ഞാൻ വലിയൊരു പെട്ടി എല്ലായിടത്തും കാണിക്കാറ്. ഇത് ഐക്യയിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് പോകാൻ വേണ്ടി ഒരു പെട്ടി കൊണ്ടുവന്നു. ഞാൻ വലിയ പെട്ടി എടുത്താണ്. ഇതിന്റെ വലുത് ഒരു വിധം സമ്മതിക്കത്തില്ല. ജ്യൂസും ആണുങ്ങളെ കൊണ്ട് തോറ്റു പോകും. ഇതൊക്കെ എടുത്ത് പഴം ഏത്തക്ക ഇവിടെയും കിട്ടും. പഴം ഓറഞ്ച് ആപ്പിളാ നോക്ക് കേട്ടോ. മാങ്ങ ഇവിടെ മാങ്ങ സീസണായി. ഇവിടെ മാംഗോ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല, പെട്ടെന്നായതുകൊണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം വാങ്ങിച്ചു വെച്ചിട്ട് ഇതൊക്കെ അവിടെ കിട്ടോ? അത് വേറൊരു മാങ്ങ. അത് നിങ്ങളുണ്ടെന്ന് മാങ്ങ ഇപ്പൊ വെച്ചത്. നിങ്ങളുടെ അച്ചാറ്, ഉമ്മ ഉണ്ടാക്കുന്ന അച്ചാറ്, ഇല്ല. ഗുഡ് ബോയ് കേട്ടാ. എനിക്ക് അഭിമാനം തോന്നുന്നു മോനെ. റിസ്വാന് ഒരു ക്ലാസ്സിന് ഇങ്ങോട്ടേക്ക് വിട്ടാല അപ്പൊ നിങ്ങൾ പറയും ഇങ്ങനെ രണ്ടുപേരെ താരതമ്യം ചെയ്യുന്നു.
അപ്പൊ റിസ്വാനും ആളും എടുക്കുന്നൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാൽ ഇത്രത്തോളമൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കും. ഇനി സ്വന്തമായിട്ട് ആകുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ, അപ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്ന ശേഷം അപ്പം സുലി പറഞ്ഞ് നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട മണി ഉമ്മ വന്നതല്ലേ അപ്പം ഉമ്മ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം അവൻ്റെ ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ, കാരണം സുലി മാത്രമല്ലേ ഇവിടെ താമസിക്കുന്നത്. അപ്പം അവന് വേണ്ടതെല്ലാം അവൻ കരുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ അവിടെ ഇരുന്ന പൊട്ടറ്റോ എടുത്ത് ഇതാ വേഗിക്കാനായിട്ട് വെച്ചു. ഇപ്പം നമ്മൾ വരുമ്പോഴെങ്കിലും അവന് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അവൻ ഇപ്പം നിസാർക്കൊക്കെ ചായ വേണം എന്ന് പറഞ്ഞു. അപ്പം പാവ സുൽത്താൻ പാലൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലാതെ അവൻ ഇവിടെ പാലൊന്നും അങ്ങനെ ഉപയോഗിക്കുന്ന ആളൊന്നുമല്ല. അങ്ങനെ ഇതേ ചായക്ക് വെക്കാണ്. അപ്പം സുലി നല്ലതുപോലെ പറഞ്ഞു വേണ്ടുമ്മ ബുദ്ധിമുട്ടണ്ട, വെളിയിൽ പോയി കഴിക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, കാരണം ഇങ്ങനെ വരുമ്പോഴെങ്കിലും ഞാൻ നിനക്ക് ഉണ്ടാക്കി തന്നില്ലെങ്കിൽ പിന്നെ എനിക്കത് ഭയങ്കര പ്രയാസമായി പോവും. അങ്ങനെ ഇപ്പോൾ അടുത്ത് അവന് ഇഷ്ടമുള്ള സംഭവമാണ് ബട്ടൂര എന്ന് പറയുന്നത്. അപ്പം ഗോതമ്പ് മാവ് ചോദിച്ചപ്പോഴേക്കും അവൻ പറഞ്ഞു ഉമ്മ ഇവിടെ പൊട്ടിച്ചത് കുറച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഒരറ്റത്ത് ചായക്ക് വെച്ചു. പിന്നെ നമ്മുടെ സുലുവിന് വേണ്ടിയിട്ട് ബട്ടൂരയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു. അപ്പം ഞാൻ മോൻ്റെ അടുത്ത് ചോദിച്ചു ചപ്പാത്തി വേണോ, പൂരി വേണോ, ബട്ടൂര വേണോ, നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉമ്മക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അവന് ബട്ടൂര തന്നെയാണ് ഇഷ്ടം. അപ്പം റവ, പിന്നെ ബേക്കിംഗ് പൗഡർ, അങ്ങനെയുള്ള സംഭവമൊക്കെ ഇട്ട് ഇതൊക്കെ നമ്മൾ റെസിപ്പിയിൽ കാണിക്കുന്നതായിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. അതിനിടയിൽ ചായ റെഡി ആയപ്പോഴേക്കും നിസാർക്കൊക്കെയുള്ള ചായയും എടുക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴും മക്കൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കുമ്പോഴും അതൊരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ. അപ്പം ഇവിടെ വന്ന് നമ്മൾ സ്വന്തമായിട്ടിട്ട അടിച്ച ചായ കുടിക്കുമ്പോൾ ഉള്ളൊരു സുഖം അത് ഒന്ന് വേറെ തന്നെയാണ്. അപ്പം നിസാർക്കൊക്കെ ഈ ചായ കുടിക്കാത്തതുകൊണ്ട് വല്ലാണ്ടിരിക്കുകയാണ്. അല്ല കടുപ്പം എന്ത് തേയില മാങ്ങ ഒരു മിനിറ്റ് ഇത് നോക്കിട്ടുന്ന നോക്ക് സമി കരിമൂര് പുളിയും മാങ്ങയും. അപ്പൊ കൊച്ചുകുട്ടിയാ. അങ്ങനെ ചായ കുടിച്ച ശേഷം ഞാൻ ബട്ടൂരയ്ക്ക് ഒന്ന് കുഴച്ചെടുക്കാൻ പോകണം. അപ്പം ഞാൻ തൈരൊക്കെ ചോദിച്ചപ്പോഴേക്കും അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മോൻ തൈരൊക്കെ എടുത്ത് തന്നു. അപ്പം ഞാൻ ബട്ടൂരയ്ക്ക് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പം നമുക്ക് 3 പേർക്കും വേണ്ടി മാത്രമല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം പിന്നെ അധികം നേരമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ച് ഇതൊക്കെ നോക്കി അവിടെ ഷർട്ട് ബനീന അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നു. തുണിയുടെ മറ്റേല ചോര് ചോറിപ്പോ മാറും. ചോറ് മാറി നിങ്ങൾ ഇവിടുന്ന് വീടേ മാറും. പ്രൊജക്ടർ ഇതെന്ന് പറ. നമുക്ക് വല്ല പടി കിട്ടിയാ എനിക്ക് എടുത്താൻ കിട്ടി പ്രൊജക്ടർ. ആരെ തല കാണുന്നു? ഉമ്മയുടെ തലയാണോ കാണുന്നത്? നീ ഇങ്ങോട്ട് മാറിയില്ലേ? നീ ഇതാണ് ഇവിടെ വെച്ചാൽ കാണുന്നത്. പക്ഷെ ഇതിനകത്ത് വീട് കാണുന്നില്ല. നീ കാണുന്നതായിട്ട് നിന്റെ നമ്മളെ വീഡിയോ കാണുമ്പോ ഇതൊന്നും കാണുന്നില്ലല്ലോ. നീ ഇങ്ങനെ സ്ത്രീ കണ്ടു ഓക്കേതാ. നീ കൊള്ളാപ്പോഴും ഇവിടെ പിന്നെ എങ്ങനെ അവൻ നാട്ടിലോട്ട് വരും? നാട്ടിൽ ജോലിയിട്ട് അവന് ഒരു പെണ്ണിന്റെ കുറവ് മാത്രമേ ഉള്ളൂ തോന്നാണ്. കല്യാണ പ്രായം ആയിട്ടില്ല, തെറ്റിദ്ധരിക്കണ്ട കേട്ടാ. അപ്പം വെന്ത പൊട്ടറ്റോ ഒന്ന് തണുക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തതാണ്. അപ്പൊ ഒന്ന് നല്ലതുപോലെ തണുത്തിട്ടൊന്നുമില്ല. അപ്പൊ അത് തോല് കളഞ്ഞ് ഞാനൊന്ന് ഉടച്ചെടുത്ത്. ഇപ്പൊ കറണ്ട് പോയി. ഇനി ഇപ്പൊ കറണ്ട് എപ്പോഴും വരുമെന്ന് പറയാൻ പറ്റില്ല. സനമോളേ 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 കണ്ട് ഞാൻ കാണിച്ചു കൊടുത്ത്. കുഴപ്പമില്ല.
കടുകില്ലാതെ ഉണ്ടാക്കാം. മോളേ സനമോളേ. ഇപ്പൊ കറണ്ട് പോയത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ കുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പോയി കേട്ടോ. കാരണം ഇരുട്ട്. അപ്പൊ സുലു പാവം ഫോണില് ലൈറ്റ് ഓൺ ചെയ്ത് എനിക്ക് തന്നു. കാരണം അല്ലാതെ എനിക്ക് കണ്ടുകൂടാ കേട്ടോ. അപ്പൊ ഞാൻ പറയായിരുന്നു ഇത്രയും വലിയ മെട്രോ സിറ്റിയിലും കറണ്ട് പോവോടെ എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത്. കാരണം നമ്മുടെ നാട് പോലെ അല്ലല്ലോ ഇവിടെയൊക്കെ കറണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടും തന്നെയാണ്. അപ്പൊ അതിനിടയിൽ അപ്പൊ അവൻ പറയുന്നുണ്ട് ഉമ്മ അത് കറണ്ട് വന്ന ശേഷം എന്നാ ചെയ്യാം, പക്ഷെ ഇത് എപ്പോഴാണ് കറണ്ട് വരണതെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പൊ മോൻ ഈ ലൈറ്റ് പിടിച്ചിരുന്നുണ്ടല്ലോ, അതുകൊണ്ട് അതിനൊന്നും താമസം വേണ്ട. കാരണം ഇനി നമുക്ക് പുറത്തൊക്കെ പോകാനുള്ളതല്ലേ, അത് കാരണം ഞാൻ കുക്ക് ചെയ്തു. കരിയേപ്പില, കടുക്, വറ്റൽമുളകൊന്നും ഇല്ലാത്ത ഒരു കരിഞ്ഞ വേപ്പില. അപ്പൊ അത് റെഡിയാക്കി മാറ്റി വെച്ച ശേഷം ഇതാ നമ്മളുടെ കുഞ്ഞു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. ചപ്പാത്തി പ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. എന്റെ അതുപോലത്തെ പ്രസ്സല്ല, നല്ല കിടക്കാച്ചി പ്രസ്സാണ് നമ്മുടെ സുലുവിനുള്ളത്. അപ്പൊ ഞാൻ ഇതാ ബട്ടൂരയ്ക്ക് വേണ്ടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പൊ ഇന്നാൾ ആരോ പറയുന്നുണ്ട് ഇത്താടെ പ്രസ് നിസാറയ്ക്കടുത്ത് കൊടുത്ത് പെയിന്റ് ചെയ്ത് വയ്യെന്നൊക്കെ. അങ്ങനെ ഇപ്പൊ ദാ ബട്ടൂര നല്ല സൂപ്പറായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ വിചാരിച്ചതുപോലെ അവന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയല്ലോ എന്ന്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന അടുക്കളയിൽ നിന്ന് ഒന്ന് മാറിയിട്ട് കുക്ക് ചെയ്യുക, പെട്ടെന്ന് വന്നിട്ട് കുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അത് കുറച്ച് നമുക്ക് എത്ര മക്കളുടെ വീടാണെങ്കിൽ നമുക്കൊരു കംഫർട്ട് ആദ്യം കിട്ടത്തില്ല. പക്ഷെ സുലുവിന്റെ കേസിൽ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. എനിക്ക് ഓരോന്നും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നതുകൊണ്ടും ഒക്കെ എനിക്ക് ഓരോന്നും അറിയാം എവിടെയൊക്കെ ഇരിക്കുന്നു എന്നുള്ളത്. അവൻ അതുപോലെയാണ് എല്ലാം അടുക്കി പിറക്കിയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ ദാ ബട്ടൂരയെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് 3 പേർക്ക് ഒരുമിച്ചിരുന്ന് അന്നേരം കഴിക്കാമല്ലോ. അപ്പൊ ഇതാ കണ്ട നല്ല അടിപൊളി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു എപ്പിസോഡിൽ അതിന്റെ റെസിപ്പിയും കാര്യങ്ങളും ഒന്നും ഞാൻ നിങ്ങളുമായിട്ടൊന്നും ഷെയർ ചെയ്യാത്തത് കേട്ടോ. അപ്പൊ ഇരിക്കണ എല്ലാം ഞാൻ ഇന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. കാരണം ഇനിയിപ്പോ മിച്ചം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, രാത്രി ആവുമ്പോഴേക്കും നമുക്ക് കഴിക്കാമല്ലോ. ഇവിടൊക്കെ പുറത്തുപോയി ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കൊന്നും പെട്ടെന്ന് എല്ലാവർക്കും വയറിന് പിടിച്ചെന്ന് വരത്തില്ല കേട്ടോ. കാരണം ഇവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മസാല കൂടുതലാണ്, ഒരുപാട് എരിവും കൂടുതലാണ്. അപ്പൊ പണ്ടൊക്കെ എനിക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോഴിപ്പോഴ് ഇതുപോലെ ബാംഗ്ലൂർ ഇങ്ങനെയൊക്കെ വന്നിട്ട് പുറത്തു പോയി ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് പണി കിട്ടാറുണ്ട് കേട്ടോ. കൊള്ളാല്ലേ, ആരെങ്കിലും ഉണ്ടാക്കി തന്ന് കഴിക്കാനൊരു സുഖം തന്നെ അല്ലേ? ഇത്ര ശേഷം ഉണ്ടാക്കിയാലും ഇതുവരെ കറണ്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഇനി വെയിറ്റ് ചെയ്തിരിക്കണ്ടെന്ന് എഴുതിയിട്ട് ഞങ്ങൾ ഇതാ റെഡിയായി പുറത്തേക്ക് പോവാണ്. അപ്പൊ ഞാൻ വരുന്നതിന് മുൻപ് തന്നെ നിസാറിക്കടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്ന് റെസ്റ്റ്, ഉറക്കം അങ്ങനെയുള്ള പരിപാടികളൊന്നും പ്രത്യേകിച്ച് എനിക്ക് നിസാറിക്കൊക്കെ തീരെ ഇല്ലാത്ത ആൾക്കാരുമാണേ, ഉണ്ടാകത്തില്ല. അപ്പൊ നമുക്ക് ചെന്ന വഴിക്ക് തന്നെ എല്ലായിടത്തും എനിക്ക് കറങ്ങാനായിട്ടൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെളിയിലിറങ്ങിയപ്പോ നല്ല വെയിൽ കേട്ടോ. അപ്പൊ സുലു പറയണ്ട് ഉമ്മ ഇവിടെ ഭയങ്കര ചൂടാണെന്ന്. ചൂടാണ്, നമ്മുടെ നാട്ടിലും ചൂടുണ്ട്, പക്ഷെ ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞാൽ പൊടി കലർന്ന ചൂടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര അസഹനീയമായിരുന്നു. അപ്പം ഇതാ സുലു ഊബർ ബുക്ക് ചെയ്ത് ഇപ്പൊ നമ്മളിതാ ഞാൻ ഒരു കുപ്പി വെള്ളമൊക്കെ അവിടെ നിന്ന് വാങ്ങി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം ചൂടാണ്, വെള്ളമില്ലാതെ ഒന്നും യാത്ര ചെയ്യാനേ പറ്റത്തില്ല കേട്ടോ. ഇപ്പം വെളിദേശത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണാൻ നല്ല രസമുണ്ട്. ഈ ചൂടില്ലായിരുന്നു എങ്കിൽ നല്ല അടിപൊളിയായിരുന്നേനെ. അപ്പൊ സുലു പറയുന്നുണ്ട് നല്ല തണുത്ത ക്ലൈമറ്റ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്, ഇത്രത്തോളം ചൂട് ഞാൻ ഇപ്പോഴാണ് കാണുന്നതെന്ന്. അപ്പൊ അതിനിടയിൽ ഞാൻ നാട്ടിലെ മോണോയിട്ടൊന്ന് സംസാരിക്കുകയാണ്. ആ കുഞ്ഞിനെ എനിക്ക് കാണാതിരുന്നിട്ട് എന്തോ പോലാണ് കേട്ടോ. അപ്പൊ ഇവിടെ അടുത്ത് ഹോം സെന്റർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം വലിയ ഹോം സെന്റർ ഒന്നും അല്ല ഉമ്മ, ചെറുതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മോനെ, ഏതായാലും ഹോം സെന്റർ അല്ലേ, എനിക്ക് അവിടെ ഒന്ന് കാണണം, എനിക്ക് പോകണം, എന്തെങ്കിലുമൊക്കെ വാങ്ങണം, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഞാൻ വന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മളുടെ മോൾ ഓഫ് ട്രാവൻകൂറിൽ ഒരു ഹോം സെന്റർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ അടുത്ത കാലത്ത് ഞാൻ പോയപ്പോൾ അത് പൂട്ടിപ്പോയി കേട്ടാ. അപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് അറിയുന്ന ആരെങ്കിലും ഉണ്ട് ആ ഹോം സെന്റർ ഇങ്ങോട്ടെങ്കിലും മാറ്റിയതെന്ന് അറിയണമെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയണേ. ഈ മോൾഡ് കണ്ടോ, ഇതുപോലത്തെ വലിയ മോൾഡാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പൊ ഞാൻ ഇതാ ഈ ഗാർലിക് ചോപ്പ് ചെയ്യുന്ന സംഭവമാണ് കേട്ടാ ഇത്. അപ്പൊ എനിക്കിത് ഇഷ്ടപ്പെട്ടു, അത് ഞാൻ അങ്ങ് എടുത്തു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ലാഭമായിട്ടാണ് തോന്നിയത് കേട്ടാ. ഈ ഒരു ചെറിയ ജാറ് ഈ കൊണ്ടുപോണ ഒരു പാടേ ഉള്ളൂ. ഇതുകൊണ്ടാണ് ഞാൻ ഒരു പെട്ടിക്കകത്ത് മറ്റൊരു പെട്ടി കയറ്റി വന്നതിന്റെ ദുരുദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ. അപ്പൊ ഈ ബോട്ടിൽ എനിക്ക് ഇങ്ങനത്തെയുള്ള ഗ്ലാസ് ബോട്ടിൽസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊട്ടാതൊക്കെ അക്കരെ എത്തിയാൽ നല്ലതാണ്. അപ്പൊ ഞാൻ ഇതാ ഇതും എടുത്തു. വാങ്ങിക്കാനാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ടേ.
നല്ല റീസണബിൾ പ്രൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് നാട്ടിൽ എത്തിക്കുന്നത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം ഈ ഒരു സംഭവം ഇതൊക്കെ നമ്മളുടെ കയ്യിലുള്ളത് തന്നെയാണ്. അപ്പം ഇതൊക്കെ സുലു ഇങ്ങനെ കാണിച്ചു തരികയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുകയാണ് എനിക്ക് പറ്റിയ എന്തൊക്കെയുണ്ട്. അപ്പം നോക്കുമ്പോൾ അതേ കണ്ടോ ഗ്രിൽ പാൻ. എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു പാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോൺ സ്റ്റിക്കില്ല, അല്ലാതെ കാസ്റ്റ് അയണിൻ്റെ എനിക്കുണ്ട്. പിന്നെ ഈ ഫ്ലവറിൻ്റെ ഏരിയയിൽ വന്നു നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട്. അത് കണ്ടു നോക്കിയതേ ഉള്ളൂ, എടുത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇപ്പം അവിടെ നിന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇനിയിപ്പം പുറത്തിറങ്ങാണ്. ഇതുകൊണ്ട് വിശേഷങ്ങളൊന്നും തീരുന്നില്ല. നമ്മൾ വന്ന കാര്യം ഇതിനൊന്നുമല്ല. അപ്പം എന്തായാലും നിങ്ങൾ മുടങ്ങാതെ നമ്മളുടെ വീഡിയോ കണ്ടാൽ മാത്രമേ വിശേഷങ്ങളൊക്കെ അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നിപ്പം ഇതുവരെയുള്ള വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കി വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.